ജസ്ന തിരോധാന കേസിന് മതതീവ്രവാദവുമായി ബന്ധമില്ലെന്ന CBI റിപ്പോർട്ട് പുറത്തു വന്നത് ആ കുടുംബത്തെ മാത്രമല്ല കേരള ജനതയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി. ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് CBI പറയുന്നത്. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് CBI ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവും അന്വേഷണത്തിൽ ലഭിച്ചില്ല. കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലെയും ആത്മഹത്യാ മുനമ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഫലമുണ്ടായില്ല. ഇന്റർപോളിൻ്റെ സഹായത്തോടെ വിദേശ രാജ്യങ്ങളിൽ അന്വേഷണം നടത്തി. ഒരു തെളിവും ലഭിച്ചില്ല. ജസ്നയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ അന്വേഷണം അവസാനിച്ചുവെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ തുടരന്വേഷണത്തിന് സാധ്യമായ രീതിയിൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CBI റിപ്പോർട്ട് പരിഗണിച്ച് അഭിപ്രായം അറിയിക്കാൻ ജസ്നയുടെ പിതാവിന് CJM കോടതി നോട്ടീസ് നൽകി. കുടുംബത്തിൻ്റെ മറുപടി കൂടി ലഭിച്ച ശേഷമേ കോടതി ഇക്കാര്യത്തിൽ അന്തിമ വിധി പറയൂ. ജസ്ന തിരോധാന കേസിൽ ജനുവരി 19 ഹാജരാകാനാണ് ജസ്നയുടെ പിതാവിന് കോടതി നോട്ടീസ് നൽകിയത്. തുമ്പുണ്ടാക്കാൻ വഴിയില്ലെന്ന CBIയുടെ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ 19-ാം തീയതി ബോധിപ്പിക്കണമെന്ന് കോടതി നോട്ടീസിൽ പറയുന്നു. നാളിതുവരെയുള്ള അന്വേഷണം കൊണ്ടും സാക്ഷിമൊഴികൾ കൊണ്ടും കാഞ്ഞിരപ്പള്ളി കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയായ ജസ്നയെ കണ്ടെത്താനായില്ല. ജസ്ന മരിച്ചെന്നും അതല്ല മതപരിവർത്തനം നടത്തി വിദേശത്താണെന്നുമൊക്കെയാണ് പ്രചരിച്ചിരുന്ന വാർത്ത. പക്ഷേ അതിനൊന്നും തെളിവില്ലെന്നാണ് CBI പറയുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിയും കേസ് തെളിയിക്കപ്പെടേണ്ട കേസുകളുടെ പട്ടികയിൽ ചേർക്കാൻ അനുവദിക്കണമെന്നുമാണ് CBIയുടെ റിപ്പോർട്ടിലെ ആവശ്യം. ജസ്ന കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും മുംബൈയിലുമൊക്കെ ജസ്നയ്ക്കായി അന്വേഷണം നടത്തി. ഇതിനായി ഇന്റർപോളിൻ്റെ സഹായം തേടിയെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ 2018 മാർച്ച് 22-നാണ് കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു തിരോധാനം. ജസ്നയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിൻ്റെ നിരവധി അന്വേഷണ സംഘങ്ങൾ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോൺ ജെയിംസ്, KSU നേതാവ് അഭിജിത്ത് തുടങ്ങിയവർ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസന്വേഷണം CBIക്ക് വിട്ടത്.